الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല കുല്ലി മുസ്ലിമിൻ സ്വദഖ, എല്ലാ മുസ്ലിമിന്റെ മേലും സ്വദഖ നിർബന്ധമാണ്. സക്കാത്തിനെ കുറിച്ചിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വദഖ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, സഹാബാക്കൾ ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ ലം യജിദ്, ഞങ്ങൾക്കൊന്നും കയ്യിലൊന്നുമില്ലെങ്കിൽ ആ ഒന്നുമില്ലാത്തവർ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഅമൽ ബിയദിഹി വയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, അങ്ങനെ ഒന്നുമില്ലെങ്കിൽ അയാൾ തന്റെ കൈകൊണ്ട് അധ്വാനിക്കുക, എന്നിട്ട് അതുവഴി സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സ്വതക്കകൾ ചെയ്യുക. വീണ്ടും ചോദിക്കുന്ന അവർ, അറഅയ്ത ഇൻ ലം യസ്തതി', അതിനും സാധിക്കാത്തവരാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഈനു ദൽ ഹാജത്തിൽ മൽഊഫ്, അതായത് പ്രയാസപ്പെടുന്നയാൾക്ക് ഒരു സഹായമായി, കൈത്താങ്ങായി എത്തുക, അല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ദുരിതബാധിതരായ ആളുകൾക്ക്, പ്രയാസപ്പെടുന്ന ആളുകൾക്കെല്ലാം ഒരു സഹായമായി, പിന്തുണയായി മാറുക. വീണ്ടും ചോദിക്കുന്നവർ, അറഅയ്ത ഇൻ ലം യസ്തതി', അതിനും സാധിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്മുറു ബിൽ മഅറൂഫ് അവൽ ഖൈർ, നന്മയോ അല്ലെങ്കിൽ അതിനോടനുബന്ധമായ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് കൽപ്പിക്കുക. അവർ വീണ്ടും ചോദിക്കുന്നു, അറഅയ്ത ഇൻ ലം യഫ്അൽ, ഇതും ചെയ്യാൻ പറ്റാത്തയാളാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുംസികു അനി ശർ ഫഇന്നഹാ സദഖ, നിന്നിൽ നിന്നുള്ള ഷർറ് നീ തടഞ്ഞു നിർത്തുക. മനുഷ്യന്മാർക്ക് നമ്മളിൽ നിന്നൊരു ഷർറ് ഉണ്ടാകാതിരിക്കുക, തീർച്ചയായിട്ടും അത് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇതായി മുത്തഫഖൻ അലൈഹിയായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒരുപോലെ വന്ന ഹദീസുകൾക്കാണ് മുത്തഫഖൻ അലൈഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യമാണ്, സ്വതക്കയുടെ പ്രാധാന്യമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുമോ അങ്ങനെയൊക്കെ അത് ചെയ്യും. അത് ചെയ്യാൻ പറ്റാത്തവരായിട്ട് ആരുമില്ല. ഒരു നല്ല വാക്കുപോലും സ്വതക്കയാണെന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. അതുപോലെ തന്നെ ഒന്നിനും കഴിയാത്തയാളാണ് എങ്കിൽ മറ്റുള്ളവരിലേക്ക് തൻ്റെ ഷർറ് എത്താതെ സ്വന്തം നഫ്സിനെ മറ്റുള്ളവരിൽ നിന്നും, മറ്റുള്ളവരോടുള്ള ഷർറിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് പോലും സ്വതക്കയായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സ്വതക്ക ചെയ്യാൻ കഴിയാത്തവരായി ആരും ഉണ്ടാകില്ല എന്നുള്ളത് കൂടി ഇസ്ലാം അതോടൊപ്പം നമ്മളെ ഉണർത്തുന്നു. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ കൊണ്ടാകുന്ന സ്വതക്ക എന്ന് വെച്ചാൽ അത് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. കാരണം നരകത്തിൽ നിന്നും ഒരു തടയായി അത് നമുക്ക് മാറുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പാപങ്ങളെ, തീയിനെ വെള്ളം എങ്ങനെ കെടുത്തി കളയുമോ അതുപോലെ നമ്മളുടെ പാപങ്ങളെ സ്വതക്കകൾ അണച്ചു കളയുമെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.